സജിത കൊലക്കേസ് വളരെ കുപ്രസിദ്ധമായ ഒരു കേസാണ്. ആ കുപ്രസിദ്ധി ആർജിക്കാൻ കാരണം അതിലെ പ്രതിയെ ഒരു ചെന്താമര എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ മനുഷ്യനാണോ എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. മനുഷ്യനെന്ന് ഞാൻ പറയുകയല്ല കണ്ടാലും, കാരണം അയാളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവൻ്റെ സ്വഭാവം എന്തുമായിരിക്കും എന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരാളാണ്. ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കൊലയാളികളെ കണ്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ അതിലുമൊക്കെ വളരെ അധികം ഒരു ഒരു ക്രൂര മനോഭാവം, ക്രൂര മുഖം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഈ ചെന്താമര എന്ന് ഉറപ്പിച്ച് പറയേണ്ടതായിട്ട് വരും. ചെന്താമരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സജിതയെ കൊലപ്പെടുത്തുന്നു, കാരണമൊന്നുമില്ല. ഇവനെ ഇവർ ചിത്രീകരിക്കാൻ വളരെ എളുപ്പമുണ്ട്. ഇവൻ മാനസിക രോഗിയാണെന്ന് പറഞ്ഞോളയും. കാര്യം എന്തോന്നറിയോ, അത് ശരിയായ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പറയുന്ന പരിപാടിയാണ്. പലവന്മാരും ഇറക്കുന്ന ഒരു കാർഡാണ് മനോരോഗം. ഇവന് മനോരോഗവും ഇല്ല, ഒരു പുണ്ണാകവും ഇല്ല. ഇവനെ എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂരനാണ്. ആ സ്ത്രീയെ കണ്ടുകൂടാ, അത്രയേ ഉള്ളൂ. 35 വയസ്സുകാരിയാണ്, 2 പെൺമക്കളുണ്ട് അവർക്ക്. കൊച്ചുകുട്ടികളാണ് ഇപ്പോഴും. അവർ വളരെ ചെറിയ കുട്ടികളാണ്, അശരണരാണ് അവർ, ആരുമില്ല. അവരെ ആ സജിതയെ 2019 ഓഗസ്റ്റ് 31 ഇവനെ സജിതയുടെ വീട്ടിൽ കയറി. വേറെ ആരും അവിടെ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തി അതിൻ്റെ പിൻവാതിലിലൂടെ അകത്ത് കയറി. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിന്ന സജിത ഇതറിയുന്നില്ല. ഇവൻ പുറകിലൂടെ ചെന്ന് കഴിഞ്ഞുകൊണ്ടേ ഇവർ മനസ്സിലാക്കി അവിടെ ഒരു മൽപ്പിടുത്തമൊക്കെ നടന്നു. പക്ഷെ ആ മൽപ്പിടുത്തത്തിൻ്റെ ഇടയിൽ ഇവന് ആ സ്ത്രീയെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് വെട്ടി കൊലപ്പെടുത്തി മരണം ഉറപ്പാക്കി. അവിടെ രക്തകളമായിരുന്നു കേട്ടോ. ഇവൻ്റെ ആ പിടിവലിയുടെ ഇടയിൽ ഇവൻ്റെ ഒരു പോക്കറ്റ്, ആ ഷർട്ടിൻ്റെ പോക്കറ്റ് കീറി, അതവിടെ കിടപ്പുണ്ട്. അതൊക്കെ ഇവനെതിരെയുള്ള തെളിവാണ്. ഈ ഷർട്ട് ഇവൻ്റെ ഭാര്യ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവൻ്റെതാണെന്ന്. അപ്പം ഇത് കഴിഞ്ഞു. ഇവനെ ഈ രക്തത്തെ, അവൻ ചെരുപ്പില്ലാതാണ് അങ്ങോട്ട് ചെന്നേക്കുന്നത്. ഇവന് ചെരുപ്പൊന്നും ആവശ്യമില്ല, കാരണം ഇതും കഴിഞ്ഞ് ഇവനെ ആ രക്തത്തിൽ ചവിട്ടി അവൻ്റെ കാൽപ്പാടുകൾ മുഴുവൻ, അതായത് അവിടെ പതിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തെളിവിൽ വന്നിട്ടുള്ളതാണ്. ഇവരെ കൊന്നിട്ട് ഈ സജിതയെ കൊന്നിട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടത് പുഷ്പ എന്ന് പറയുന്ന ഒരു പാവ സ്ത്രീയാണ്. അത് കണ്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇവൻ പുഷ്പയെ കൊല്ലാൻ നടന്നു. ഇതിൻ്റെ പ്രശ്നം അതൊന്നുമല്ല. ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ടവന് ജാമ്യം കൊടുത്ത് ഇറക്കി വിടുന്ന നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ, ആ ജാമ്യം കൊടുത്തവനെ ഇറക്കി വിട്ട ഒരൊറ്റ കാരണം കൊണ്ട് ആണ് അടുത്ത 2 കൊലപാതകങ്ങൾ അവൻ നടത്തുന്നത്. ആ കുഞ്ഞുങ്ങളെ കൂരിരുട്ടിലാക്കിക്കൊണ്ട് അടുത്ത 2 കൊലപാതകങ്ങൾ. അത് ഈ 2 കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് തന്ത സുധാകരൻ, അച്ഛൻ, അതായത് മരിച്ചുപോയ കൊല്ലപ്പെട്ട സജിതയുടെ ഭർത്താവ്. ആ സുധാകരൻ ഇവനെ അതിദാരുണമായിട്ട് വെട്ടിക്കൊന്നു. അത് ഈ ജാനുവരിയിലാണ്. ഇവൻ ജാമ്യത്തിൽ ഇറങ്ങി അങ്ങോട്ട് ചെന്നു, അപ്പോഴേ പോയി റെഡിയാക്കി വെട്ടിക്കൊന്നു. അപ്പോൾ ഈ ജാമ്യത്തിൽ ഇരിക്കുമ്പോൾ ഇവരെ വിടാനായിട്ട് ഇങ്ങനെ ഈ മണിമേടകളിലിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ ഇതിനെക്കുറിച്ച്, ഈ പാവങ്ങളുടെ കഴിവുകേടിനെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഇവന് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശം ഇവിടെ ഉള്ളത് ആർക്കാ? കേസിലെ പ്രതികളാണ്. അവന്മാരൊരു കേസ് പ്രതിയായോ പിന്നെ അവനങ്ങ് മനുഷ്യാവകാശത്തിൻ്റെ അങ്ങ് പ്രളയമാണ് അവന് നേരെ വരുന്നത്. അവനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അവന് ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അവന് വെയിലത്തോടെ നടത്താൻ പാടില്ല, അവന് കുട പിടിച്ചു കൊടുക്കണം, അവന് മുട്ട പുഴുങ്ങി പൊളിച്ച് അവൻ്റെ വായി വെച്ചു കൊടുക്കണം, കാരണം അവനെ കൊണ്ട് അത്രയും ആയാസമൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല. ആ രീതിയിലാണ് നമ്മൾ കാണുന്നതെല്ലാം. അപ്പോൾ ആ ഒരു യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഈ നിയമവ്യവസ്ഥയിൽ ഒരു വലിയ ഒരു ബുദ്ധിമുട്ട്, അതായത് താല്പര്യമില്ലായ്മ ഉണ്ടാവും, അവിശ്വാസം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അനിയന്ത്രിതമായ കാലതാമസം. ഇപ്പോൾ 2019 ഈ കൊലപാതകം നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇവനെ കുറ്റക്കാരനാണെന്ന് കണ്ടത് ഇന്നാണ്. അതുകൊണ്ട് അവന് എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല, കാരണം പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കാര്യം എന്താണെന്നറിയോ ഞാൻ പറയാൻ കാരണം, ഇത് കഴിഞ്ഞ് ഈ ജനുവരിയിലാണ്, 2025 ജനുവരിയിലാണ് ഇവൻ ഈ സുധാകരനെ കൊലപ്പെടുത്തുന്നത്. സുധാകരനെ വെട്ടിക്കൊന്നു, അതേപോലെ സുധാകരൻ്റെ അമ്മയും വെട്ടിക്കൊന്നു. ഇവൻ
എന്നിട്ട് അവൻ പ്രഖ്യാപനം നടത്തി. ഈ പുഷ്പ എന്ന് പറയുന്നതിനെ അവൻ നോക്കി നടന്നു, കിട്ടിയില്ല. ഇത് കണ്ട സാക്ഷി. അപ്പോൾ പുഷ്പ ഇപ്പം ഭയന്നിട്ട് ഈ നാട് വിട്ടു കേട്ടോ. ഇവിടെ ഇല്ല, യവനെ പേടിച്ച്. കാരണം യവൻ ഇറങ്ങി വരുമോ എന്ന് പേടി. ഇറങ്ങി വരികയല്ലെന്നൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല, നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഗോവിന്ദച്ചാമി ഇറങ്ങിപ്പോയില്ലയോ? ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ അയാളുടെ വധശിക്ഷ ഒഴിവാക്കി അയാൾ ജീവപര്യന്തമായില്ലേ. ഇതേപോലെ വളരെ ക്രൂരമായ കൊലപാതകം ചെയ്ത ഒരുപാട് ആളുകളും നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ, അതായത് ഇപ്പോൾ പറയുന്ന BNSലും ഒക്കെ ശിക്ഷയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഒഴിവായി അവർ ഇറങ്ങാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഈ മനുഷ്യാവകാശങ്ങളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് ഈ പ്രതികൾക്കാണ്. ഈ ഇരകൾക്ക് മനുഷ്യാവകാശമൊന്നുമില്ല. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവരെ കണ്ട് കേട്ടോ, അവർ ഭയചകിതരാണ്. അവരെ ഇൻ്റർവ്യൂ ഇന്നലെ 2 ദിവസം മുമ്പേ ഞാൻ കാണാറുണ്ട്, മാധ്യമങ്ങളെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറയുന്നത് എന്ത് ചെയ്യും, അവർക്ക് ഭയമാണ്. കാരണം അവർ ഏത് നിമിഷം കൊലപ്പെടുത്തും ഇറങ്ങിയാൽ. അപ്പോൾ ഇവർ സാധാരണഗതിയിൽ എന്താണെന്നറിയോ, ഈ കൊലക്കേസുകളിലൊക്കെ നമുക്ക് വൈരാഗ്യം കാണുമ്പോൾ ഈ ഇരകളുടെ ആളുകൾക്കുള്ള വൈരാഗ്യങ്ങൾ, ഇവനെ കൊല്ലണം, കൊലപ്പെടുത്തണം, വധശിക്ഷ കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് പലപ്പോഴും എന്താണെന്നറിയോ, അവരുടെ പ്രതികാര വാഞ്ചയാണ്. കാരണം എൻ്റെ ഇന്നാരെ കൊന്നു, എൻ്റെ അമ്മയെ കൊന്നു, അല്ലെ എൻ്റെ അച്ഛനെ കൊന്നു, അല്ലെ എൻ്റെ സഹോദരനെ കൊന്നു, അല്ലെ എൻ്റെ ഭാര്യയെ കൊന്നു, ഇതുകൊണ്ട് എനിക്ക് യവൻ കൊല്ലപ്പെടണം, അവൻ ജീവിച്ചിരിക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്ന ആളുകൾ നമുക്ക് ഒരുപാട് മർഡർ കേസുകളിലും അതാ നമ്മൾ കാണുന്നത്. പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ട് കാണുന്ന ഒരേ ഒരു കാര്യം ഈ 2 പെൺകുഞ്ഞുങ്ങളുടെ വർത്തമാനമാണ്. അതൊന്ന് കണ്ടാൽ മതി. അവർക്ക് പ്രതികാര വാഞ്ചൊന്നുമല്ല, അവർക്ക് അവരുടെ അച്ഛനെയും അമ്മയും അവരാരും ഇല്ലാതാക്കിയവൻ. അച്ഛനില്ല, അമ്മയില്ല, അച്ഛൻ്റെ അമ്മയില്ല. അപ്പോൾ ഇവരൊക്കെ ഇല്ലാതെ അവർ തെരുവിലാണ് ഈ കുഞ്ഞുങ്ങൾ. ഇപ്പം നോക്കി നടത്തുന്ന അവരെ സംരക്ഷിക്കുന്നത് ഈ സജിതയുടെ അമ്മയാണ്, പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അവർ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് കേട്ടോ. അവർ ജോലി ചെയ്തൊക്കെ സംരക്ഷിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ എല്ലാം നഷ്ടപ്പെട്ട ഈ കുഞ്ഞുങ്ങൾക്ക് അവൻ്റെ അടുത്ത് പ്രതികാര വാഞ്ചയല്ല ഉള്ളത്, അവരുടെ കണ്ണിൽ നിഴലിക്കുന്നത് ഭീതിയാണ്. ഭീതി എന്ന് പറഞ്ഞാൽ ജീവനിലുള്ള കൊതി. അവർക്ക് ജീവിക്കണം, പക്ഷേ ഇവൻ കാരണം ജീവിക്കാൻ മാർഗമില്ല. ആ പുഷ്പ എന്ന് പറയുന്ന സ്ത്രീ ഈ കേസിലെ സാക്ഷിയാണ്. അവളെ എവിടെ കണ്ടാലും കൊന്നുകളയും എന്നാണ് അവൻ്റെ പ്രഖ്യാപനം. ഇത് മാത്രമോ, ഈ കൊലക്കേസിൽ സാക്ഷി പറഞ്ഞേക്കുന്ന ഇവൻ്റെ ഭാര്യ ഉൾപ്പെടെ ആളുകൾ, ഇവൻ്റെ ഭാര്യ, ഇവൻ്റെ സഹോദരനൊക്കെ ഇവനെതിരെ സാക്ഷി പറഞ്ഞു. അവരെല്ലാം ഇവൻ കൊലപ്പെടുത്തും എന്നും പറഞ്ഞാണ് അവർ ഭയന്നിരിക്കുകയാണ്. അവർക്ക് ഇവനോടുള്ള പ്രതികാര വാഞ്ചയൊന്നുമല്ല ഉള്ളത്. ഇവനോട് പ്രതികാരം ചെയ്യാനൊന്നും അവർക്ക് ശേഷിയില്ല, അതിനുള്ള ആഗ്രഹം അവർക്കില്ല. അവർക്കുള്ളത് ഭയമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന, സമൂഹത്തെ ഭയപ്പെടുത്തുന്ന ഇവനെ ഇറക്കി വിട്ടാൽ ഇവൻ ജനങ്ങളെ കൊല്ലും എന്ന് ഭീഷണി മുഴുകി നടക്കുന്ന ഒരുത്തനെ അവനെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള മാർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നുള്ളതാണ് നിയമം. അതാണ് കാരണം സൊസൈറ്റി, സമൂഹത്തിൻ്റെ കരച്ചിൽ കോടതികൾ കേൾക്കണം, സമൂഹത്തിൻ്റെ നിലവിളി കോടതി കേൾക്കണം, സമൂഹത്തിൻ്റെ ഭയം കോടതി മനസ്സിലാക്കണം. അത് കോടതികളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അതിനൊന്നും കുഴപ്പമൊന്നും ഉള്ളതല്ല. പിന്നെ ആ കൊലക്കേസിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ വിധത്തിലാണ് ആ ക്രൂരത വന്നേക്കുന്നത് എന്നുള്ള രീതിയിൽ അത് ഇറ്റ് ഡിപ്പെൻസ്. അത് ആ കേസിൻ്റെ കാര്യമാണ്. പക്ഷേ അവനെ സംബന്ധിച്ചോളം അവൻ്റെ കോണ്ടാക്റ്റ്, സബ്സിക്വൻറ്റ് കോണ്ടാക്റ്റ് ആയാൽ പോലും അത് നമുക്ക് എടുക്കാവുന്നതാണ്, വിലക്കെടുക്കാവുന്നതാണ്. സബ്സിക്വൻറ്റ് കോണ്ടാക്റ്റ് അവൻ്റെ അത് കഴിഞ്ഞുള്ള, അതായത് പിന്നീടുള്ള അവൻ്റെ ആ സ്വഭാവം, അതൊക്കെ എടുക്കാം. കാരണം 2 പേരെ ഇറങ്ങി കൊലപ്പെടുത്തിയേക്കാണ്, ജാമ്യത്തിൽ ഈ കേസിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ അവൻ റിമാൻഡിലാണ് ആ കേസിൽ. ഇത് യഥാർത്ഥ ആ കേസും കൂടി ഇതിനോടൊപ്പം തന്നെ വിചാരണയ്ക്ക് എടുക്കേണ്ടതായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. കാരണം ഇവനെ അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു കാര്യം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇവരെ കൊന്നിട്ടതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞ് അവനെ പിടിക്കുന്ന എന്തുവാ, അവൻ കാട്ടിനകത്ത് കയറി ഒളിച്ചു. അവനെ വളരെ കഷ്ടപ്പെട്ടാണ് പോലീസ് അവനെ പിടിച്ചത്. കാരണം അവൻ ആഹാരം കഴിക്കാൻ, ഇവന് സമയത്ത് ആഹാരം കഴിക്കണം, അതവന് നിർബന്ധമാണ് കേട്ടോ. അവന് ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. ഏതായാലും ഇപ്പം ഏതായാലും അവന് സമയാസമയങ്ങളിൽ കൊടുക്കുന്നുണ്ടല്ലോ, നമ്മുടെയൊക്കെ ചിലവിൽ ആഹാരം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇവനെയൊക്കെ തീറ്റിപ്പോരേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറയുന്നതല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള
യവന്മാരെയൊക്കെ എന്തിനാ ഇങ്ങനെ വെച്ച് നമ്മൾ ചെലവിന് കൊടുക്കുന്നത്? ജനങ്ങളെ ഇതുപോലെ ഭയചകിതരാക്കി ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുന്നവനെയൊക്കെ ഇട്ട് ജയിലിലിട്ട് അവനെ ചെലവിന് കൊടുത്ത് അവനെയൊക്കെ സിംപ്ലനാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. അവന് ചാടണമെന്ന് തോന്നിയാൽ അവൻ ഇടയ്ക്ക് ജയിലിൽ ചാടും. അതിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ജയിലിൽ. ഇതാണ് നമ്മുടെ നിയമവാഴ്ച. എങ്ങനെ ആളുകൾ ഭയമില്ലാതെ കിടന്നുറങ്ങും? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ആ കുഞ്ഞുങ്ങളുടെ പ്രതികാരമല്ല ഇവനെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവനോടുള്ള പ്രതികാരമല്ല, ആ കുഞ്ഞുങ്ങളുടെ ഭയമാണ് ആ കാണുന്നത്. കാരണം ജീവിച്ചിരിക്കാൻ മാർഗമില്ല. പിന്നെ ഇവൻ ഇറങ്ങിയാൽ ഇതുപോലെ ഇന്ന ഈ കേസിലെ സാക്ഷികളെല്ലാം അവൻ കോടതിയിൽ വെച്ച്, കോടതി പരിസരത്ത് വെച്ച് ഭീഷണി കൊടുക്കല്ലേ ഈ കേസിന് വരുമ്പം എല്ലാത്തിനെയും കൊടുത്തേക്കാന്ന്. അവൻ്റെ കണ്ണുകളിൽ നിഴലിക്കുന്ന ക്രൂരതയുണ്ടല്ലോ, വന്യമായ ക്രൂരതയാണ് ആ മുഖത്ത് കാണുന്നത്. നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ, അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് ഇനി എന്താ വിധി വരുന്നതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയാം.